بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് നബിചര്യയോട് പൂർണ്ണമായും കൂറുപുലർത്തി തൗഹീദും ഇഹ്സാനും നിലനിർത്തി ജീവിതം നയിക്കണം എന്ന് ആമുഖമായി എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അഅ്ളമു അയ്യാമിദ് ദുനിയ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ദിനത്തിലാണ് നമ്മളുള്ളത്. യൗമുൻ നഹർ, ബലിദിനം. ഹാജിമാർ മിനായിൽ ബലിയറക്കുന്ന ദിവസം. ലോകത്തുടനീളമുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളും ബലിപെരുന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞിട്ടുള്ള പുണ്യനാളിലാണ് നമ്മളുള്ളത്. മക്കാരാജ്യം അത് ഈമാനിന്റെ മണ്ണാണ്. മക്കയും മദീനയും ഖുർആനിന്റെ അവതരണ ഭൂമി. ഹാജറാബി ഇസ്മായിലിനു വേണ്ടി വെള്ളത്തിനോടിയ കുന്നുകൾ, സഫാ മർവ കുന്നുകളുള്ള നാട്. അവിടെയാണ് ഹാജിമാർ അവരുടെ ഹൃദയം സ്ഫുടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളൊക്കെ ഇന്നാണ്. രാവിലെ അവർ ബലിയറക്കും, മുടികളയും, വലിയ ജംറയിൽ ചെന്ന് കല്ലെറിയും. അത് കഴിഞ്ഞാൽ തവാഫുൽ ഇഫാദയും സഅയും നടത്തും ഇൻഷാ അല്ലാഹ്. ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ അമലുകൾ നടക്കുന്ന അൽ ഹജ്ജുൽ അക്ബർ, അതാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമം സ്മരിക്കുന്നതിനു വേണ്ടി ലിയദ്കുറു സ്മല്ലാഹ് ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട നാളുകളിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ സ്മരിക്കണം. ഉച്ചത്തിൽ ഇതുവരെയും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, തൽബിയത്ത് ധ്വനികളായിരുന്നു ഇന്ന് പുലർച്ചെ വരേക്കും. ഇന്നു മുതൽ അത് അല്ലാഹു അക്ബർ. ഖുർആൻ തന്നെ പറഞ്ഞു, ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തുന്നതിനു വേണ്ടി അല്ലാഹു അക്ബർ. എല്ലായിടത്തും മുഴങ്ങിക്കേൾക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദിക്റുകൾ പരസ്യമായും രഹസ്യമായും ഏറ്റവും കൂടുതൽ ദിക്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ളലായ ആഴമായ ദിനങ്ങൾ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ്. അതിന്റെ 10ാമത്തെ ദിവസമാണിന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹാജിമാർ ഇന്നലെ അറഫായിൽ നിൽക്കുന്ന സമയത്ത് റബ്ബിനോട് കേണ് കരഞ്ഞ് പ്രാർത്ഥിച്ച് തൗബ ചെയ്ത് തപിച്ച്, ഉമ്മ പ്രസവിച്ച ദിവസം ഒരു കുഞ്ഞ് എപ്രകാരം ശുദ്ധമായിരിക്കുമോ നമ്മുടെ തൗഹീദുള്ള ഹാജിമാരെല്ലാം അതേപോലെ സ്ഫുടം ചെയ്യപ്പെട്ട് ശുദ്ധരായി കഴിഞ്ഞ ദിനമാണ്. നിരാശയ്ക്ക് യാതൊരു വകയുമില്ല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച്. ഏത് സന്നിഗ്ധ ഘട്ടത്തിലും അല്ലാഹു തുണ. 2 മഹാപ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ സ്വാഭാവികമായും ഈ ദിവസങ്ങൾ നമ്മൾ കടന്നുപോകും.
ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെയും ചരിത്രം. രണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന്റെ ആയത്തുകൾ അവതരിച്ചു തുടങ്ങിയത് റമദാനിലാണ്. അതിനെ അവസാനിപ്പിച്ചുകൊണ്ടുള്ള പെരുന്നാളാണ് ഒന്നാമത്തത് ഈദുൽ ഫിത്തർ. രണ്ടാമതായി ഖുർആൻ അവസാനിക്കുന്നു, അതിന്റെ നിയമങ്ങൾ അവസാനിപ്പിച്ചത് ഇതേപോലെ ഒരു പെരുന്നാൾ ദിനത്തിലാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർണ്ണമാക്കി, എന്റെ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിക്കുകയും ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആനിന്റെ അവസാന ഭാഗത്തുള്ള ആയത്തുകൾ, പ്രത്യേകിച്ചും നിയമങ്ങളിലെ അവസാനത്തെ ആയത്ത്, പിന്നീട് ശരീഅത്തിൽ ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. അതിനുശേഷം ശരീഅത്തിൽ യാതൊന്നും കൂട്ടിച്ചേർക്കാൻ അനുവാദവും ഇല്ല. ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു. ഇനി എന്തെങ്കിലും ദീനാണെന്ന് പറഞ്ഞുകൊണ്ടുവന്നാൽ അത് ബിദ്അത്തായിരിക്കും. ബിദ്അത്തുകൾക്കെതിരെ സമരമാണ് എല്ലാ അമ്പിയാക്കളും നടത്തിയിട്ടുള്ളത്. ശിർക്കിനെതിരെ തൗഹീദ്, ബിദ്അത്തുകൾക്കെതിരെ സുന്നത്ത്, അത് സ്ഥാപിക്കുക നമ്മുടെ ബാധ്യതയാണ്. ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും അല്ലാഹു മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം വ്യത്യസ്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. മകനെ അറുക്കണമെന്ന് കൽപ്പിക്കുമ്പോൾ അതുമാത്രമല്ല ഇബ്രാഹിം നബി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗം. ഇസ്മായിൽ നബിയെ അറുക്കണം എന്ന് അള്ളാഹു പറയുമ്പോൾ നരബലി അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. രക്തത്തിന്, അവിടെ മനുഷ്യന്റെ രക്തത്തിനു പകരം ആടിന്റെ രക്തം ചിന്താനാണ് അള്ളാഹു കൽപ്പിച്ചത്. പകരം ആടിനെ കൊണ്ടുവരാൻ അള്ളാഹു കൽപ്പിച്ചു, നമുക്കറിയാം. എന്നാൽ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ തുനിയുന്ന സന്ദർഭം വരെയും ഇബ്രാഹിം നബിക്ക് അറിഞ്ഞുകൂടാ. കാരണം അമ്പിയാക്കളാണെങ്കിൽ പോലും ഗൈബിയായ ജ്ഞാനം അവർക്കില്ല. വഹിയുണ്ടെങ്കിലേ വിവരമറിയൂ. മകനെ അറുക്കേണ്ടി വരില്ലെന്നും പകരം ഒരാടിനെ അറുത്താൽ മതിയാകുമെന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ ആ ബലി അറുക്കേണ്ട സന്ദർഭം വരുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈമാൻ, മകനോട് അള്ളാഹുവിന്റെ കൽപ്പന ഇപ്രകാരമുണ്ട്, എന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ വെളിപാട് വന്നിരിക്കുന്നു, പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ്, യാഥാർത്ഥ്യമാണ് എന്ന് പറയുമ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ഈമാൻ, ആ രംഗത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഹാജറ ബീവിയുടെ ഈമാൻ, ഈമാൻ ശക്തമായി അള്ളാഹുവിൽ സമ്പൂർണമായി സമർപ്പിക്കും. ഇത് ഖാല റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തോട് അള്ളാഹു അസ്ലിം, നീ കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം നൽകുന്ന മറുപടി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ ആശങ്കയോ ആശയക്കുഴപ്പമോ ഇല്ല. മകനെ തന്നെ അറുക്കണമെന്നാണ്. അള്ളാഹുവെ പകരം ഞാനൊരു ആടിനെ അറുത്താൽ പോരെ എന്ന് ചോദിക്കുന്നില്ല. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സമീഅനാ വ അതാഅനാ, സമീന വ അസൈന എന്നുള്ളത് യഹൂദികളുടെ സമ്പ്രദായമാണ്, അത് ജൂതന്മാരുടെ സമ്പ്രദായമാണ്. ദീനിന്റെ ഒരു കൽപ്പന വന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, എനിക്ക് പറ്റിയാൽ ഞാൻ അനുസരിക്കും, അല്ലെങ്കിൽ അനുസരിക്കൂല. എന്നാൽ അമ്പിയാക്കൾ അങ്ങനെയല്ല. ഇബ്രാഹിം നബി അങ്ങനെയല്ല. ചെറുതാകട്ടെ വലുതാകട്ടെ, ഇബ്രാഹിം നബിയോട് അള്ളാഹു മീശ വെട്ടാൻ പറഞ്ഞു, താടി വളർത്താൻ പറഞ്ഞു. അദ്ദേഹം അതിൽ യാതൊരു വൈമനസ്യവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മീശ ചെറുതാക്കുകയും താടി വളർത്തുകയും ചെയ്തു. സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ഇങ്ങനെ കൃത്യമായി ചെറുതും വലുതുമായ വിഷയങ്ങൾ കൽപ്പന വന്നപ്പോൾ സംശയമില്ലാതെ അദ്ദേഹം റബ്ബിന് സമർപ്പിക്കുന്നു. ഇതാണ് ഉൽഹിയത്ത്. റബ്ബിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകും. നമ്രൂദിനെതിരെ, സ്വന്തം പിതാവിനെതിരെ തൗഹീദിന്റെ ശക്തമായ ശബ്ദവുമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭമുണ്ടായി. നിങ്ങളുടെ ആലിഹത്തിനെ നിങ്ങൾ സഹായിക്കണമെന്നാണ് നമ്രൂദിന്റെ പിണയാളുകൾ പറഞ്ഞത്. നിങ്ങളെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കണം. കാരണം എന്താ? നിങ്ങളുടെ ഇലാഹുകളെയാണ് ഇബ്രാഹിം വെട്ടി തകർത്ത് കളഞ്ഞത്. വിഗ്രഹപഞ്ചകനായ ഇബ്രാഹിം അലൈഹിസ്സലാം പിടിക്കപ്പെട്ടു. അവർക്ക് മനസ്സിലായി ഇബ്രാഹിം നബിയാണ് ഇത് ചെയ്തത്. എല്ലാവരും ഉത്സവത്തിന് വേണ്ടി പുറത്തേക്ക് പോയപ്പോൾ ഉത്സവത്തിൽ പങ്കെടുക്കാത്ത ആൾ ഇബ്രാഹിമാണ്. വിഗ്രഹങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആൾ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഉത്സവം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വിഗ്രഹങ്ങളൊക്കെ തകർക്കപ്പെട്ടിരിക്കുന്നു. വലിയ വിഗ്രഹം മാത്രം അവിടെ ഉണ്ട്. അതിന്റെ തോളിൽ ഇങ്ങനെ മഴു കൊളുത്തി വെച്ചിട്ടുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം, ചിന്തിക്കുന്നതിന് വേണ്ടി. ശരിക്കും അവർക്ക് സത്യം ബോധ്യപ്പെട്ടു. ഈ വിഗ്രഹങ്ങൾക്കൊന്നും യാതൊരു കഴിവുമില്ലെന്നും ഇവയെ ഇലാഹുകളാക്കാൻ കൊള്ളുകയില്ലെന്നും അവർക്ക് ഒരു നിമിഷം ബോധ്യപ്പെട്ടു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തൗഹീദ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു സമയം കടന്നു വന്നു. എന്നാൽ വീണ്ടും അവർ പാരമ്പര്യ വിശ്വാസത്തിലേക്ക് മടങ്ങി. പിന്നെ തല കീഴായി എന്നാണ് കാണുന്നത്. അങ്ങനെയാണ് അവർ തീക്കുണ്ടമുണ്ടാക്കി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, ഞാൻ ഈ തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ആ തീക്ക് ചൂടുണ്ടാവുകയില്ലെന്നും എന്റെ മാംസമോ രോമമോ അതിൽ കരിഞ്ഞു പോവുകയില്ലെന്നും അദ്ദേഹത്തിന് ആ നേരത്ത് അറിഞ്ഞുകൂടാ. ഞാൻ കത്തിക്കരിയുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അദ്ദേഹത്തിന്റെ ത്യാഗം കേവലം ഒരു ബലി ഇറക്കുക എന്നതു മാത്രമല്ല, യഥാർത്ഥ ബലി ഇതാണ്. ഷഹാദത്തിനു വേണ്ടി സന്നദ്ധനായ ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് യുവാവാണ്.
അദ്ദേഹത്തെ ആ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന യാ നാറു കൂനി ബർദം വസലാമ, ഓ തീയെ നീ തണുപ്പാകണം, നീ സമാധാനമാകണം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിശ്വാസദാർഢ്യം മരണസന്ദർഭത്തിൽ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ പോലും റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, വിഗ്രഹങ്ങളെ ആരാധിച്ചുകൂടാ, മഹത്തുക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ എന്നുള്ള തത്വത്തിൽ ഒരു ശകല നേരത്തേക്ക് പോലും വിട്ടുവീഴ്ച കാണിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതാ ഞാൻ പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭരമേൽപ്പിക്കുന്നത്, അവർ സംരക്ഷണം പ്രതീക്ഷിക്കുന്നത് ബാബയിലോ ബീവിയിലോ അല്ല, സിദ്ധനിലോ ഷെയ്ഖിലോ അല്ല, അതേപോലെ തങ്ങളിലോ ഏതെങ്കിലും മഹാന്മാരിലോ അല്ല, നബിയോ വലിയോ അല്ല, ബിംബമോ ജാറമോ അല്ല, കൊന്തയോ ഉറുക്കുന്നൂലോ അല്ല. നേരെ മറിച്ച് റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് നമുക്ക് കാണാൻ കഴിയുക. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാക്യം ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞ വാക്യം ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. അല്ലാഹു മതി, അവൻ ഭരമേൽപ്പിക്കാൻ ഏറ്റവും കൊള്ളാവുന്നവനാണ് എന്നാണ്. ഹസൻ അൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, ലാ യസാലുൽ അബ്ദു ബിഖൈരി മാ ദാമ ലഹു വിർദുൻ മിനൽ ലൈൽ വബദലുൻ ഫിന്നഹാർ. ഒരടിമ നന്മയിലായിക്കൊണ്ടേയിരിക്കും. രാത്രിയിൽ ഒരു ദിക്ർ അവന്റെ കൂടെ ഉണ്ടാകണം, പകലിൽ ഒരു ദാനം അവന്റെ കൂടെ ഉണ്ടാകണം. അടുത്തതായി അതാണ് ത്യാഗം എന്ന് പറഞ്ഞാൽ. ഇതുപോലെയുള്ളത് മാത്രമല്ല, ദീനിന്റെ നിയമങ്ങൾ നിലനിർത്തുക എന്നത് ത്യാഗമാണ്. പ്രയാസപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ, മുസ്ലിങ്ങളുടെ ശത്രുക്കളുടെ ആയുധങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് ഫിലസ്തീനിലും സിറിയയിലും ലോകത്തിന്റെ നാനാദിക്കുകളിലും ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ പല മേഖലകളിലും മുസ്ലിമായി എന്നതിന്റെ പേരിൽ പീഡനവും വേദനയും അനുഭവിക്കുന്ന ആളുകൾ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈദ്ഗാഹിൽ വന്നിരിക്കാൻ കഴിയാതെ വെടിയൊച്ചകൾക്കിടയിലൂടെ ഈദ്ഗാഹിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന ആളുകൾ, അത്തരം ആളുകൾക്കൊന്നും മനഃശാഞ്ചല്യമില്ല. കാരണം ഇബ്രാഹിമി മില്ലത്തിലാണ് അവർ ഉള്ളത്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി. അവരൊരിക്കലും ജാറത്തിലേക്കോ അബ്ദുൽ ഖാദർ ജീലാനിയിലേക്കോ പോകുന്നില്ല, ഏതെങ്കിലും മക്ബറകളിലേക്ക് അവർ അവലംബിക്കുന്നില്ല. ശരിയായ ഷഹീദുമാർ അല്ലെങ്കിൽ ഷഹീദാകാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ മുഴുവൻ റബ്ബിൽ മാത്രം ഭരമേൽപ്പിച്ചിട്ടുള്ളവരാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ ചെറിയൊരു നന്മ ചെയ്യുന്നത് പോലും ത്യാഗമാണ്. ബലിയറക്കുന്നത് മാത്രമല്ല ബലി, പ്രയാസങ്ങൾ സഹിക്കുന്നത് മാത്രമല്ല ബലി, വേദനിക്കുന്നവന്റെ വേദന അറിയുന്നതും അവനെ സഹായിക്കുന്നതും ബലിയാണ്. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നത്, വേറെ ഒരുത്തന്റെ പ്രശ്നം അറിയുന്നത്. മാംസം കാണാനോ വാങ്ങാനോ സൗകര്യമില്ലാത്തവർക്ക് ഈ ബലിപെരുന്നാൾ ദിനങ്ങളിൽ തീർച്ചയായിട്ടും 3 ദിവസം നോമ്പെടുക്കാൻ ഇനി അനുവാദമില്ല. പെരുന്നാൾ ദിനത്തിലും അടുത്ത 3 ദിവസങ്ങളിലും അയ്യാമു അക്ലിൻ വശുർബിൻ, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുമുള്ള ദിവസങ്ങൾ എന്നാണ് അയ്യാമു തശ്രീഖ് അറിയപ്പെടുന്നത്. പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടും. നമ്മളാണ് ബലിയറുത്തത്, പക്ഷെ നമ്മൾ അറുത്ത മാംസം കഴിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാവപ്പെട്ട സഹോദരങ്ങളാണ്, അയൽവാസികളാണ്. അതാ പറയുന്നത്, നിങ്ങൾ രാത്രി സമയത്ത് ഒരു ദിക്റിലായിരിക്കുക, പകൽ സമയത്ത് ഒരു ദാനത്തിലായിരിക്കുക. അങ്ങനെയുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ത്യാഗം ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ഉലൂഹിയത്തിന് അർത്ഥപ്രാപ്തിയുണ്ട്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു തഖ്വയുള്ളവരോടൊപ്പമാണ്. അല്ലാഹു കാണുമെന്ന ബോധത്തോടെ, അല്ലാഹു കാണണമെന്ന ബോധത്തോടെ ഇബാദത്ത് ചെയ്യുന്നവർക്ക്. ഒരു ഇബാദത്ത് ചെയ്ത് ഫോട്ടോ എടുത്ത് പത്രത്തിലിടുക, അങ്ങനത്തെ ആളുകൾക്ക് അവിടൊപ്പമല്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇബാദത്തുകളും നന്മകളും ദഅവത്തും ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല. റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കണം, മറ്റാര് കാണുന്നു കാണുന്നില്ല, ഇത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിങ്കലേക്ക് ഇത് ഉയരണം എന്ന അർത്ഥത്തിലായിരിക്കണം എന്നത് പ്രധാനമാണ്. ബലിനാളിൽ അള്ളാഹു കൽപ്പിച്ചു ഫകുലൂ മിൻഹാ, ബലിമൃഗത്തിൽ അറുത്തു കഴിഞ്ഞാൽ അതിന്റെ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. വാത്രിമുൽ ബായിസൽ ഫഖീർ, കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവരും നിങ്ങൾ ഭക്ഷിപ്പിക്കണം. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃകയിലുണ്ട്, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിലുണ്ട്. അദ്ദേഹം ബലിയറുക്കുകയും സ്വയം അതിൽ നിന്ന് കഴിക്കുകയും പാവങ്ങൾക്ക് അതിൽ നിന്ന് കഴിക്കാൻ വേണ്ടി നൽകുകയും കുറച്ചു ഭാഗം അടുത്ത ദിവസങ്ങളിൽ കഴിക്കാൻ വേണ്ടി ഉണക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബിശൈനി അംലഹൈനി അഖറനൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറുപ്പും വെളുപ്പും നിറമുള്ള 2 കൊമ്പുള്ള ആടുകളെയാണ് അറുത്തത്. നബി സ്വന്തം കൈകൊണ്ടാണ് അറുത്തത്. വസമ്മ, അദ്ദേഹം ബിസ്മില്ല എന്ന് പറഞ്ഞു. വകബ്ബറ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പം ബലി അറുക്കുന്ന സമയത്ത് ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഞാനിതാ ബലി അറുക്കുന്നു. ഒരു കുടുംബത്തിനു വേണ്ടി ഒരു ബലി, അതാണ് പ്രത്യേകം സുന്നത്തായിട്ടുള്ളത്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്.
ബർറാ റളിയല്ലാഹു നമുക്ക് കാണാം, ഖത്തബന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ നഹർ. ഇതുപോലൊരു ബലി ദിനത്തിൽ, ഹാജിമാർ മിനായിൽ ബലിയിറക്കുന്ന ദിനത്തിൽ, ബലി പെരുന്നാളിന്റെ ദിവസത്തിൽ ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം നടത്തി. ഇന്ന അവ്വല മാ നബ്ദഉ ബിഹി ഫി യൗമിനാ ഹാദാ അൻ നുസല്ലിയ. തീർച്ചയായും നമ്മോട് ഈ ദിവസത്തിൽ ആരംഭം കുറിച്ചത് നാം നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ടാണ്. സുമ്മ നർജിയ ഫനൻഹറ. നിസ്കാരം കഴിഞ്ഞു, പിന്നീട് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ പെരുന്നാളിൽ നിസ്കരിച്ച് മടങ്ങി വന്ന് നമ്മൾ ബലിയറുത്തു. ഫമൻ ഫഅല ദാലിക ഫഖദ് അസ്വാബ സുന്നതന. ആരെങ്കിലും ബലി പെരുന്നാളിന്റെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബലിയെറുക്കുന്നതെങ്കിൽ നമ്മുടെ സുന്നത്ത് ശരിയാം വിധം അവൻ നിറവേറ്റും. വമൻ ദബഹ ഖബല അൻ യുസല്ലി. പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പാണ് ഒരാൾ ബലിയെറുക്കുന്നതെങ്കിൽ ഫൈന്നമാ ഹുവ ലഹ്മുൻ. അതൊരു മാംസം മാത്രമാണ്. അജ്ജലഹു ലിഅഹ്ലിഹി. ആ മാംസം അവകാശപ്പെട്ടവർക്ക് അത് കുറച്ച് നേരത്തെ കിട്ടി, പക്ഷെ അത് ബലിയായിട്ടില്ല. ബലിയാകണമെങ്കിൽ അത് പെരുന്നാളിന് ശേഷമായിരിക്കണം, പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമായിരിക്കണം. അല്ലാത്ത പക്ഷം ലൈസ മിന നുസുകി ഫീ ഷൈഇൻ. ബലി എന്ന പരിധിയിൽ അത് പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ദിവസം, ഈ ബലി ദിനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒന്ന് ഖൈറു അയ്യാമി ദുനിയ, അഅ്ളമു അയ്യാമി ദുനിയ, അഫ്ളലു അയ്യാമി ദുനിയ. ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത്, ഉത്തമമായത്, ഏറ്റവും ഉത്കൃഷ്ടമായത് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ദിനമാണ് ഇന്നത്തെ ഈ ദുൽഹിജ്ജ 10. അതോടൊപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അങ്ങനെ ബലിയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്ന രണ്ട് മഹത്വങ്ങൾ ഒന്നു ചേർന്നിരിക്കുന്ന ഒരു ദിനത്തിലാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഇന്നുള്ളത്. നമ്മുടെ ബലിയും നമ്മുടെ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അള്ളാഹു നല്ലവനാണ്. അള്ളാഹുവിൽ കളങ്കമോ മ്ലേച്ഛതയോ മാലിന്യമോ ഇല്ല. നമ്മളൊക്കെ മലമൂത്ര വിസർജനങ്ങളൊക്കെ പേറി നടക്കുന്നവരാണ്. രക്തമുണ്ട്, ജലമുണ്ട്. പക്ഷേ അള്ളാഹുവിൽ അവന്റെ അസ്തിത്വത്തിന്റെ ഭാഗമായി യാതൊരു ന്യൂനതയുമില്ല. അള്ളാഹു പൂർണ്ണമായി പരമപരിശുദ്ധനാണ്, സുബ്ബൂഹാണ്, ഖുദ്ദൂസാണ്, തയ്യിബാണ്. നല്ലതല്ലാതെ അവൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഹലാലായതും പവിത്രമായതുമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം എപ്പോഴും സൂക്ഷിക്കേണ്ടത്. ബലിയറക്കുക എന്ന് പറഞ്ഞാൽ ഹാജിമാർ അവർ അവിടെ ഹജ്ജിന്റെ ചിഹ്നങ്ങൾ പാലിക്കുന്നതിന് സമാന്തരമായി ലോകത്തുടനീളമുള്ളവർ പാലിക്കുന്ന കാര്യമാണ് ദാലിക്. അതാണ് കാര്യം. വമൻ യുഅല്ലിം ശാഇറല്ലാഹ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുന്നത് ആര്? ഫൈന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് ഖൽബിന്റെ തഖ്വയിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ബലിയിറക്കണം. അത് പാപങ്ങൾക്ക് സദഖ നൽകണം, അതിൽ നിന്ന് കഴിക്കണം, അടുത്ത ദിവസങ്ങളിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതേപോലെ തന്നെ പ്രത്യേകമായി ബന്ധങ്ങൾ ചേർക്കണം. നമ്മൾ കുടുംബങ്ങളിൽ സന്ദർശനം നടത്തണം. നമ്മൾ ആളുകളുമായി മുസാഫഹത്ത് ചെയ്യണം, അവർക്ക് ഹസ്തദാനം നൽകുകയും അതേപോലെ തന്നെ അവരുമായി പിണങ്ങിയവരോട് മസ്ലഹത്തിലാവുകയും ചെയ്യണം. ധാരാളമായി സലാം പറയണം. അങ്ങനെ വിജയം നേടുന്നവരായി തീരാൻ ഈ പുണ്യനാളുകൾ നമ്മൾ പ്രത്യേകം പ്രയോജനപ്പെടുത്തണം. ദിക്റുകളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിൽ പ്രത്യേകമായി ഇബാദത്ത്. ഹല്ലിലു വകബ്ബിറു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, അല്ലാഹു അക്ബർ എന്ന് പറയുക, സുബ്ഹാനല്ലാഹ് എന്ന് പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 നാളുകൾ. ആ 10 നാളുകളിൽ 10ാമത്തെ ദിവസത്തിലാണ്. ഈ നാളും കൂടി കടന്നുപോയാൽ ഒരു വർഷം കഴിയണമെങ്കിൽ ഇതേപോലെ ഒരു സന്ദർഭം വലിയ പ്രതിഫലവുമായി ദിക്റുകൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ ഇനിയും ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഓരോ സെക്കൻഡുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു ചില കലിമത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു. അദ്ദേഹം അത് പൂർണ്ണമാക്കി. അദ്ദേഹം പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാം. അള്ളാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ നിന്നെ ജനങ്ങൾക്ക് മാതൃകയാക്കും. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, വമിൻ ദുരിയത്തി, എന്റെ മക്കളെയും മറ്റുള്ളവർക്ക് മാതൃകയാക്കണം. അള്ളാഹു പറഞ്ഞു, നിന്റെ മക്കളാണെങ്കിൽ പോലും ലാ യനാലു അഹദിൽ ളാലിമീൻ, ശിർക്ക് ചെയ്യുന്നവർക്ക് ഈ കരാർ ബാധകമല്ല. അപ്പൊ ഇബ്രാഹിം നബിയുടെ മക്കളുടെ സന്താന പരമ്പരയിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ട്. അബ്ദുൽ മുത്തലിബ് ഇബ്രാഹിമിന്റെ സന്താന പരമ്പരയില്ല, പക്ഷെ മുശ്രിക്കാണ്. അബ്ദുള്ള ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പര പക്ഷെ മുശ്രിക്കാണ്, പക്ഷെ അവരെ അള്ളാഹു മാതൃകയാക്കിയിട്ടില്ല. അപ്പം അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന്, സന്താന പരമ്പരയിൽ നിന്ന് തൗഹീദുള്ള ആളുകളെ മാത്രമേ മാതൃകയാക്കൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമുമായി പ്രത്യേകം ഉടമ്പടി നടത്തിയിട്ടുണ്ട്. ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, വദ്കുർ, ഓ മുഹമ്മദ് നീ ഓർക്കണം, യാ മുഹമ്മദ്, ലിഹാഉലായിൽ മുശ്രിക്കീൻ വാഹിലിൽ കിതാബൈൻ, മുശ്രിക്കുകളോടും അതേപോലെ തന്നെ അഹ്ലി കിതാബിന്റെ ആളുകൾ അവരോടുമൊക്കെ ആരാണവർ? അല്ലദീന യൻതഹിലൂന മില്ലത ഇബ്രാഹിം വലൈസു അലൈഹാ. അഹ്ലി കിതാബ് പറയുന്നത് ഞങ്ങൾ ഇബ്രാഹിം മില്ലത്തിന്റെ ആളുകളാണ്. മക്കയിലെ മുശ്രിക്കുകളും പറയുന്നത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളാണെന്ന്.
ഞങ്ങളുടെ പിതാവാണ് ഇബ്രാഹിം എന്നാണ് മക്കയിലെ മുശ്രിക്ക് അബൂജഹലും ഉത്തുബത്തും ഷൈബത്തും അബ്ദുൽ മുത്തലിബും ഒക്കെ പറഞ്ഞിരുന്നത്. യഹൂദ് ക്രൈസ്തവർ പറയുന്നത് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങളുടെ അമ്പിയാക്കളുടെ പിതാമഹനാണ് ആര്? അബുൽ അംബിയ എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം സംബന്ധിച്ചതും അവർ അങ്ങനെ പറയുന്നുവെങ്കിലും അള്ളാഹു പഠിപ്പിച്ചു അവർക്ക് ഇബ്രാഹിം നബിയുമായി ബന്ധമില്ല. ഇബ്രാഹിം നബിയുമായി ബന്ധമുള്ളത് നിനക്ക് മാത്രമാണ്. വഇന്നമല്ലദീ ഹുവ അലൈഹാ മുസ്തഖീം ഫഅൻത വല്ലദീന മഅക മിനൽ മുഅ്മിനീൻ. യഥാർത്ഥത്തിൽ ഇബ്രാഹിം മില്ലത്തിലുള്ളത് നീയും നിന്റെ കൂടെയുള്ള സത്യവിശ്വാസികളായ സ്വഹാബികളും മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ഉദ്കുർ ലിഹാഉലാഇ ഇബ്തിലാ അല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൽ തൗഹീദിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം സഹിച്ച തൗഹീദിന് വേണ്ടിയുള്ള ത്യാഗങ്ങൾ നിങ്ങൾ ഓർക്കണം. അതായത് ഇഖ്തിബാറുഹു ലഹു ബിമാ കല്ലഫഹു ബിഹി മിനൽ അവാമിരി വന്നവാഹി. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഇബ്രാഹിം നബിക്ക് അള്ളാഹു എന്തെല്ലാം കൽപ്പനകൾ നൽകിയിട്ടുണ്ട്, എന്തെല്ലാം വിലക്കുകൾ നൽകിയിട്ടുണ്ട്, അതൊക്കെ ഇബ്രാഹിം നബി നേടിയെടുത്തു. കൽപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം പകർത്തി, വിലക്കിയ കാര്യങ്ങൾ അദ്ദേഹം ഉപേക്ഷിച്ചു. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബിയെ ബലിയെറുക്കാൻ പറഞ്ഞതോ, ഹാജറ ബീവിയെയും ഇസ്മായിൽ എന്ന കുഞ്ഞിനെയും മരുഭൂമിയിൽ താമസിപ്പിച്ചതോ, അദ്ദേഹത്തെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞതോ, ഇതൊന്നുമല്ല ഇബ്രാഹിം അലൈഹിസ്സലാം നേരിട്ട യഥാർത്ഥ പരീക്ഷണം. ജീവിതമുടനീളം ഇസ്ലാമിന്റെ നിയമങ്ങൾ കടുകിട വ്യതിചലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹം നേരിട്ട പരീക്ഷണം. ഉബ്തുലിയ ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടത്. ബിമാ കല്ലഫഹു ബിഹി മിനൽ അവാമിരി വന്നവാഹി, അദ്ദേഹത്തിൽ നിർബന്ധിച്ച അമ്രുകളും നഹികളും, ഇന്ന കാര്യങ്ങളൊക്കെ നിർബന്ധമായും ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, തൗഹീദ് വേണം, ശിർക്ക് പാടില്ല, ഹലാലായതേ കഴിക്കാവൂ, കള്ളു കുടിക്കാൻ പാടില്ല, സക്കാത്ത് നൽകണം, പലിശ പാടില്ല. അപ്പൊ പാടുള്ളതും പാടില്ലാത്തതും ഇബ്രാഹിം നബിക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിലൊന്നിൽ പോലും വീഴ്ച വരുത്താതെ അദ്ദേഹം പാലിച്ചു. അതാണ് ഫഅത്തമ്മഹുന്ന, അദ്ദേഹം പൂർത്തീകരിച്ചു. ഖാമ ബിഹിന്ന ഐ ഖാമ ബിഹിന്ന കുല്ലിഹിന്ന, എല്ലാ കൽപ്പനകളും എല്ലാ വിലക്കുകളും യഥാവിധി അദ്ദേഹം അതിനോട് നീതി പുലർത്തി. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ സൂറത്തു നജ്മിലെ 37-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇബ്നു കസീർ പറയാണ്, വ ഇബ്രാഹിം അല്ലദീ വഫാ, കരാറുകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം. മൗദൂദിസ്റ്റുകൾ പറയുന്നത് പോലെ ഭരണം സ്ഥാപിക്കുന്ന വിഷയത്തിൽ കരാർ പൂർത്തീകരിക്കാൻ കഴിയാതെ മണ്ണ് പാകപ്പെടുത്തി അവസാനിപ്പിച്ചു പോയ നബി അല്ല ഇബ്രാഹിം. ഇബ്രാഹിം നബി അള്ളാഹു എന്തെല്ലാം ദീൻ എന്നുള്ള നിലക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ ഒന്നിൽ പോലും അദ്ദേഹം വീഴ്ച കാണിച്ചിട്ടില്ല. ഇബ്രാഹിം അല്ലദീ വഫാ, കരാർ പൂർത്തീകരിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം. സൂറത്തു നജ്മിലെ 37-ാമത്തെ ആയത്ത്. ഇബ്നു കസീർ പറയുന്നു, ഐ വഫാ ജമീഅ മാ ശറഅല, അള്ളാഹു ശരീഅത്താക്കിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പൂർത്തീകരിച്ചു. ശരീഅത്ത് പൂർത്തീകരിച്ചു, ദീൻ പൂർത്തീകരിച്ചു. നമ്മുടെ ബാധ്യത എന്താ? ആദ്യം ശരീഅത്ത് പഠിക്കണം. പഠനം, പ്രയോഗം, പ്രബോധനം, ഇത് മൂന്നുമാണ് നമ്മുടെ ബാധ്യത. നന്നായി പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, അത് കുടുംബത്തിലും നാട്ടുകാർക്കും മറ്റുള്ളവർക്കും അത് എത്തിച്ചു കൊടുക്കണം. ഈ മൂന്ന് തരത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് മാതൃകയായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാ, അദ്ദേഹം എല്ലാവർക്കും ഇമാമാണ്, മാതൃകയാണ്. അദ്ദേഹം അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെടുന്ന, ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവനാണ്. ഹനീഫൻ, അദ്ദേഹം ഋജുമനസ്കനാണ്, കളങ്കമില്ലാത്ത മനസ്സുള്ളവനാണ്. വലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനായിരുന്നില്ല. ശാക്കിറൻ ലിഅൻഉമിഹി, അള്ളാഹു നൽകിയ നിയാമത്തുകൾക്കൊക്കെ ശുക്ർ ചെയ്യും. ഏറ്റവും വലിയ ശുക്ർ അൽഹംദുലില്ലാ. ഏതൊരു ഖൈറുണ്ടെങ്കിലും അൽഹംദുലില്ലാ. ഒരു പ്രയാസമോ വേദനയോ അപകടമോ ആണ് വന്നതെങ്കിൽ പോലും അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്നാണ് ഒരു മുഅ്മിൻ പറയുക. ഖദ്ദർ അല്ലാഹ് എന്നാണ് പറയുക, അള്ളാഹുൽ അർപ്പിക്കും. അപ്പൊ എന്താണ്? ശാക്കിറൻ ലിഅൻഉമിഹി, അള്ളാഹുവിന്റെ നിയാമത്തുകൾക്ക് ശുക്ർ ചെയ്യും. അതുകൊണ്ട് ഇജ്തബാഹു, അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം, നേർമാർഗത്തിലേക്ക് അള്ളാഹു അദ്ദേഹത്തെ നയിച്ചു. വആതൈനാഹു ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ അള്ളാഹു അദ്ദേഹത്തിന് മേന്മ നൽകി. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, ആഖിറത്തിൽ അദ്ദേഹം സാലിഹുകളുടെ കൂട്ടത്തിലായിരിക്കും. സുമ്മ ഔഹൈനാ ഇലൈക്, പിന്നീട് മുഹമ്മദെ നിനക്ക് നാം ഇതാ വഹി നൽകിയിരിക്കുന്നു. അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ, മാർഗത്തെ, മതത്തെ നീ കൃത്യമായി ഹനീഫായി വളവില്ലാതെ പിൻപറ്റണം. നിന്റെ വകയിൽ വെള്ളം ചേർക്കരുത്, അതിൽ കൂട്ടിച്ചേർക്കാനും പാടില്ല, അതിലുള്ളത് ഒഴിവാക്കാനും പാടില്ല. ഇബ്രാഹിം നബി എങ്ങനെയാണോ തൗഹീദിനെ ഉൾക്കൊണ്ടത്, അദ്ദേഹം ശിർക്കിനോടും ശിർക്കിന്റെ ആളുകളോടും എന്ത് നിലപാടാണോ സ്വീകരിച്ചത്, മുഹമ്മദെ നിനക്കും അതാണ്. ഇബ്രാഹിം നബി സ്വന്തം പിതാവടക്കമുള്ള ശിർക്കന്മാരോട് പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാണ്, ഞാൻ നിങ്ങളെ വിഗ്രഹാരാധനയിൽ നിന്ന് ഒഴിവാണെന്നല്ല പറഞ്ഞു, ഞാൻ വിഗ്രഹാരാധനയിൽ നിന്നും ഒഴിവാണ്. ഇന്നാ ബുറആഉ മിൻകും, നിങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണ്, നിങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളിൽ നിന്നും ഞാൻ ഒഴിവാണ് എന്നാണ്.
അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് പിൻപറ്റണം. വമാ കാന മിനൽ മുശ്രിക്കീൻ. വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. ഇബ്നു കസീർ തുടരുന്നു, വഖാല തആല, അല്ലാഹു പറഞ്ഞു, ഖുൽ പറയണം നബിയെ, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തി മുസ്തഖീം. എന്റെ റബ്ബ് എനിക്ക് നേരായ മാർഗത്തിലേക്ക്, തൗഹീദിലേക്ക് വഴി നടത്തി. ദീനൻ ഖിയമൻ, നേർക്ക് നേരെയുള്ള ദീൻ, അതായത് മില്ലത്ത ഇബ്രാഹിം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ദീൻ അത് ഇബ്രാഹിമി മില്ലത്താണ്. ഹനീഫൻ, അത് നേർക്ക് നേരെ. വമാ കാന മിനൽ മുശ്രിക്കീൻ, അവിടെയും പറഞ്ഞു ഇബ്രാഹിം നബി മുശ്രിക്കല്ല. വഖാല തആല, അല്ലാഹു വീണ്ടും പറഞ്ഞു, വകാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ. ഇബ്രാഹിം നബി യഹൂദിയല്ല, നസ്റാനിയല്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം മനസ്സിൽ കളങ്കമില്ലാത്തവനും മുസ്ലിമുമാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അവിടെയും പറഞ്ഞു അദ്ദേഹം മുശ്രിക്കല്ല, വിഗ്രഹഭഞ്ജകനായ ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നിട്ട് നമ്മളോട് പറയുന്നു, ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. ഇബ്രാഹിം നബിയോട് ഏറ്റവും അടുത്ത ആളുകൾ യഹൂദരോ ക്രൈസ്തവരോ മക്കയിലെ മുശ്രിക്കുകൾ അദ്നാൻ ഗോത്രക്കാരോ ഒന്നുമല്ല. പിന്നെ ആരാണ് ഇബ്രാഹിം നബിയുടെ ഏറ്റവും അടുത്തവർ? ഒന്ന് ഇബ്രാഹിം നബിയുടെ ദഅവത്ത് പിന്തുടർന്നവർ, രണ്ട് മുഹമ്മദ് നബി, മൂന്ന് സ്വഹാബികൾ ഉൾപ്പെടെയുള്ള സത്യവിശ്വാസികൾ. നമ്മളെല്ലാവരും ഇബ്രാഹിമിനോട് ഏറ്റവും അടുപ്പമുള്ളവരാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ രക്ഷാധികാരി എന്ന് പരിചയപ്പെടുത്തി. ആ ഒരു നിലവാരത്തിൽ ഇബ്രാഹിമി മില്ലത്ത് മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള പാഠം ഈ ബലിദിനത്തിൽ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫഊസികും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കാലത്ത് അവർ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അശ്റുൻ മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ സൃഷ്ടിപ്രകൃതത്തിലുള്ളതാണ്. ഈ 10 കാര്യങ്ങളുടെ പ്രത്യേകത, ഈ 10 വിഷയങ്ങളിലും ഇബ്രാഹിം നബിയെ അള്ളാഹു പരീക്ഷിച്ചു. 10ലും അദ്ദേഹം വീഴ്ചയില്ലാതെ വിജയിച്ചു. നമ്മൾ വിചാരിക്കും ഇതിലൊക്കെയാണോ ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചത്? അതെ, നമുക്കും ഈ വിഷയത്തിൽ ഇബ്രാഹിം നബിക്ക് അള്ളാഹു നൽകിയ പരീക്ഷ നമുക്കുണ്ട്. എല്ലായിടത്തും ദീനിന്റെ നിയമമുണ്ട്. വിശ്വാസത്തിലുണ്ട്, കർമ്മങ്ങളിലുണ്ട്, വസ്ത്രധാരണത്തിലുണ്ട്, കച്ചവടത്തിലുണ്ട്, കുടുംബജീവിതത്തിലുണ്ട്. എവിടെ ഇസ്ലാമിന്റെ നിയമമില്ലാത്തത്? എല്ലായിടത്തുമുണ്ട്, അല്ലേ? ഒരു നഖം മുറിക്കുന്ന വിഷയത്തിൽ, മീശ വെട്ടുന്ന വിഷയത്തിൽ പോലും ഇസ്ലാമിൽ നിയമമുണ്ട്. നമ്മളോ നമുക്ക് സൗകര്യമുള്ളതൊക്കെ പാലിക്കും, ബാക്കിയുള്ളതങ്ങ് വിടും. അങ്ങനെയാണ് പലരും. ഇബ്രാഹിം നബി എല്ലാം പാലിച്ചു, ഒന്നും അദ്ദേഹം വിട്ടുകളഞ്ഞില്ല. അതാണ് ആയിഷാബി പറയുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു 10 കാര്യങ്ങൾ ഫിത്രത്താണ്. ഇബ്രാഹിം നബി കൃത്യമായി പുലർത്തിപ്പോന്ന 10 കാര്യങ്ങൾ: ഖസ്സു ഷാരിബ്, മീശ വെട്ടുക; വഇഫാഉലിഹിയ, താടി വെറുതെ വിടുക, വളർത്തുക; വസ്തിവാക്ക്, പതിവായി പല്ല് തേക്കുക; വസ്തിൻഷാഖുൽ മാ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക; വഖസ്സുൽ അദ്ഫാർ, നഖം മുറിക്കുക; അതേപോലെ തന്നെ വഗസ്ലുൽ ബറാജിം, ഗുഹ്യാവയവങ്ങൾ കഴുകുക; വനത്ഫുൽ ലിബിത്, കക്ഷത്തിലെ രോമങ്ങൾ കളയുക; വഹൽഖുൽ ആന, ഗുഹ്യരോമങ്ങൾ വടിച്ചു കളയുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെയും, അതേപോലെ വൻതിഖാസുൽ മാ, വായിൽ വെള്ളം കുപ്പിളിക്കുക. ഇതൊക്കെ നമുക്കെന്താണ്? പരീക്ഷണ വിഷയങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നത് ചെറിയ ചെറിയ വിഷയത്തിൽ അള്ളാഹു പരീക്ഷിക്കും. ഇതിൽ വരെ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മുടെ ദീനിന് കുറവ് സംഭവിക്കും. ദീനിന് കുറവ് സംഭവിക്കും, നമ്മുടെ ഈമാനിന് കുറവ് സംഭവിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പലരും പാലിക്കാത്തത് ഇതിത്ര ഗൗരവമുള്ളതാണെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാ. അറിയണമെങ്കിൽ വീട്ടിലിരുന്നാൽ പോരാ. നമ്മുടെ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ദീന് പഠിക്കാൻ സമയം കണ്ടെത്തണം. പ്രായം നോക്കരുത്. ഞാൻ ഇത്രയൊക്കെ വയസ്സായിട്ട് എന്ത് പഠിക്കാനെന്ന് ചിന്തിച്ചാൽ അവസാനം പരലോകത്ത് നമ്മൾ പാപ്പരായിപ്പോവും. അതുകൊണ്ട് പ്രായം നോക്കാതെ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉപയോഗപ്പെടുത്തണം. ഹക്കായിട്ട് ദീൻ പറഞ്ഞു തരുന്ന ആളുകളെ നിങ്ങൾ സമീപിക്കണം. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അൽഹംദുലില്ലാഹ് ഇവിടെ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും പഠന ക്ലാസ്സുകളുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയുണ്ട്, ചൊവ്വാഴ്ചയുണ്ട്. അല്ലാത്തത് ഇവിടെ അറിയിക്കും. നിങ്ങൾ പല നാടുകളിൽ നിന്നുള്ളവരായിരിക്കും. അവിടെയൊക്കെ നിങ്ങൾക്ക് വിശ്വസ്തമായി തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ദീന് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. പഠിച്ചാൽ നമുക്കത് പകർത്താൻ പറ്റും. പലരും പല കാര്യങ്ങളും പറയുന്ന സമയത്ത് വിഷമിക്കും, ഞാനത് ശ്രദ്ധിച്ചില്ല, അത്രയും വലിയ കാര്യമാണ്, കേവലം ഒരു സുന്നത്താണെന്നാണ് ഞാൻ വിചാരിച്ചെന്നൊക്കെ കരുതും. നേരിട്ട് പഠിച്ചാൽ ആശയക്കുഴപ്പങ്ങളുണ്ട്. പഠനമല്ലാതെ പരിഹാരമില്ല. അൽ ഇൽമു ബിത്തഅല്ലും, അറിവ് പഠനം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി പഠിച്ചാൽ ചെറുതെന്ന് കരുതി നമ്മൾ ഈ വിഷയങ്ങളൊന്നും ഒഴിവാക്കുകയില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മലമൂത്ര വിസർജനം ചെയ്താൽ ശൗചം ചെയ്യുക എന്ന 10ാമത്തെ ഒരു കാര്യം അത് ഇദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടും കൂടി ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വൈദിബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ, ഇബ്രാഹിം നബിയെ അള്ളാഹു
ചില വചനങ്ങൾ നൽകി, കൽപ്പനകൾ കൊടുത്തു പരീക്ഷിച്ചു. അതൊക്കെ അദ്ദേഹം പൂർണ്ണമാക്കി. ഖാല അശ്റുൻ, അതിൽ 10 കാര്യങ്ങളുണ്ട്. സിത്തുൻ ഫിൽ ഇൻസാൻ വ അർബഉൻ ഫിൽ മശായിർ. ഒരു മനുഷ്യന്റെ കാര്യത്തിലാണ് 6 എണ്ണം, 4 എണ്ണം ചിഹ്നങ്ങളുടെ കാര്യത്തിലാണ്. ഫഅമ്മല്ലത്തി ഫിൽ ഇൻസാൻ, മനുഷ്യന്റെ കാര്യത്തിൽ ഹൽഖുൽ ആന വനത്ഫുൽ ഇബ്ത് വൽ ഖിതാൻ. വേറെയും ചില വിഷയങ്ങൾ മറ്റു ഹദീസുകൾ വന്നിട്ടുണ്ട്. ഗുഹ്യസ്ഥാനത്തെ രോമങ്ങൾ കളയുക, കക്ഷത്തിലെ രോമങ്ങൾ കളയുക. ചില ആളുകളൊക്കെ തന്നെ പരിഹസിക്കും, ഈ ശാഖാപരമായ വിഷയങ്ങൾ പറഞ്ഞു നടക്കുകയാണല്ലോ. പക്ഷെ ഇതൊക്കെ ഹദീസാണ്, ഇതൊക്കെ ഇബ്രാഹിമി മില്ലത്തിൽ പഠിപ്പിക്കപ്പെട്ട, ഇതൊക്കെ പരീക്ഷണ വിഷയം. ഇതുപോലും അവഗണിക്കുന്നത് പരീക്ഷണത്തിലെ പരാജയമാണ്. വൽ ഖിതാൻ, ചേലാകർമ്മം. വക്കാന ഇബ്നു ഹുബൈറ പറഞ്ഞു ഹൗലായി സലാസ വാഹിദ. മറ്റൊന്ന് വതഖലീമുൽ അൾഫാർ, ഇത് 3 ഒന്നാണ്. പിന്നെ പറഞ്ഞു നഖം വെട്ടുക, വഖസ്സു ശാരിബ്, മീശ മുറിക്കുക, വെട്ടുക, വസിബാക്ക്, പല്ല് തേക്കുക, വഗസ്സുലു യൗമിൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സുന്നത്തായ കുളി കുളിക്കുക വാജിബാണെന്ന അഭിപ്രായമുള്ളവരും ഉണ്ട്. പിന്നെയുള്ള 4 കാര്യങ്ങൾ വൽ അർബഅത്തു ലത്തി ഫിൽ മശായിർ, ചിഹ്നങ്ങൾ. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞ ചിഹ്നങ്ങൾ നമ്മൾ പാലിക്കണം. ഏതൊക്കെയാണ്? തവാഫ്, ഒന്ന് തവാഫാണ്. ഹാജിമാർ ഇന്ന് തവാഫുൽ ഇഫാദയിലാണ്. വസ്സഅയു ബൈന സഫ വൽ മർവ, തവാഫ് കഴിഞ്ഞാൽ ഹാജിമാർ ഇന്ന് തന്നെ സഫാ മർവയിൽ ഓടും, സഅയിലാണ്. വറമ്യുൽ ജിമാർ, വലിയ ജബ്രയിൽ അവർ കല്ലെറിഞ്ഞു. ഇനിയുള്ള അടുത്ത 3 ദിവസം, നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസവും നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാർ 3 ജബ്രയിലും 7 വീതം കല്ലെറിയും. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, നമ്മൾ ബലിയിറക്കുമ്പോൾ പറഞ്ഞ അതേ ദിക്ർ. വറമ്യുൽ ജിമാർ, ജംറയിൽ കല്ലെറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ മഷ്അറിൽ പെട്ടതാണ്. വൽ ഇഫാദ, തവാഫുൽ ഇഫാദയെ കുറിച്ചും പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. ഒരു ഹദീസ് കൂടി ഈ വിഷയത്തിലുണ്ട്. അൻ ഇബ്നു അബ്ബാസ് അന്നഹു ഖാല, ഇബ്നു അബ്ബാസ് പറഞ്ഞു മബ്തുലിയ ബിഹാദ ദീൻ ദീനി അഹദുൻ ഫഖാമ ബിഹി കുല്ലുഹു ഇല്ലാ ഇബ്രാഹിം. ഈ ദീൻ കൊണ്ട് ലോകത്തെ എല്ലാ ജനതയെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ദീൻ കൊടുക്കും, പൂർണ്ണമായി നിങ്ങൾ എടുക്കുമോ ഇല്ലയോ? ഒരാളും ദീൻ പൂർണ്ണമായി പാലിച്ചിട്ടില്ല ഇല്ലാ ഇബ്രാഹിം. ഇബ്രാഹിം ഒഴികെ മറ്റാരും ദീനിന്റെ ചെറുതെന്ന് തോന്നുന്ന ഒരു വിഷയം പോലും വിട്ടുകളയാതെ പുലർത്തിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. അപ്പോ ഇബ്നു അബ്ബാസ് പറയാണ്, ഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, വമൽ കലിമാത്തുല്ലത്തി ഇബ്തലല്ലാഹു ഇബ്രാഹിമ ബിഹിന്ന ഫഅതമഹുന്ന, ഏതൊക്കെ കലിമത്തുകളാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്തിട്ട് ഇബ്രാഹിം നബി അത് വീഴ്ച വരുത്താതെ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞത്? ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്ലാം, ഇസ്ലാം തന്നെ. സലാസൂന സഹമൻ, 3 ഓഹരികളാണ്. മിൻഹാ അശ്റു ആയാത്തിൻ ഫി ബറാഅ, സൂറത്തു തൗബയിലെ ഒരായത്ത് ഏതാണ്? 112-ാമത്തെ ആയത്ത് നിങ്ങൾ വായിക്കണം. അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂന സായിഹൂൻ എന്ന് പറയുന്ന 10 വിഷയങ്ങളുണ്ട്. തൗബ, ഇബാദത്ത്, അതേപോലെ അള്ളാഹുവിനെ സ്തുതിക്കൽ, നോമ്പെടുക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് 10 മുസ്ലിമിന്റെ 10 ലക്ഷണങ്ങൾ അതിന്റെ അവസാനം വരെ. പിന്നെ അശ്റു ആയാത്തിൻ ഫി അവ്വലി സൂറത്തിൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സൂറത്തുൽ മുഅ്മിനൂനിലെ 10 ആയത്തുകൾ. ആദ്യത്തെ 10 ആയത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും ലിസകാത്തി ഫായിലൂൻ, നിസ്കാരം, സക്കാത്ത്, വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 10 ഒരു മുസ്ലിം പാലിക്കേണ്ട മുസ്ലിമിന്റെ 10 ലക്ഷണങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 10 ആയത്തുകളിൽ കാണാം. അത് ഇബ്രാഹിം നബി അള്ളാഹു കൽപ്പിച്ച വിഷയമാണ്. വസഅല സായിലും ബിഅദാബിൻ വാഖി, ഇനി സഅല സായിലും ബിഅദാബിൻ വാഖി എന്ന് പറയുന്ന സൂറത്തുൽ മആരിജിലുണ്ട്. മുഅ്മിനിന്റെ 10 ഗുണങ്ങൾ. കൃത്യമായി നിസ്കരിക്കുന്നവരും ചോദിച്ചു വരുന്നവർക്കും തടയപ്പെടുന്നവർക്കും സക്കാത്ത് കൊടുക്കുന്നവരും ഈ പരലോകത്തെ ഭയപ്പെടുന്നവരും എന്നിങ്ങനെ മുഅ്മിനീങ്ങളുടെ 10 ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മആരിജിൽ. ആ 10 കാര്യങ്ങളും ഇബ്രാഹിം നബി അള്ളാഹു പരീക്ഷിച്ചതാണ്. വേറെ ചില ആയത്തിൽ 40 കാര്യങ്ങൾ, 30 കാര്യം, 40-ാമത്തെ കാര്യം പറയുന്നതാണ്. അടുത്ത 10 എണ്ണം സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത്, വഅശ്റു ആയാത്തിൻ ഫിൽ അഹ്സാബ് ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, മുസ്ലിമാവുക, മുഅ്മിനാവുക, അനുസരണമുള്ളവരാവുക, അടക്കവും ഒതുക്കവും ഉള്ളവരാവുക, ദിക്റുകൾ ചൊല്ലുന്നവരാവുക, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാവുക, വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാവുക, ഇങ്ങനെ മുസ്ലിമിന്റെ ഗുണങ്ങൾ, ഇങ്ങനെ 40 കാര്യങ്ങൾ. ഇതൊക്കെ ഇബ്രാഹിം നബി അള്ളാഹു പരീക്ഷിച്ച വിഷയമാണ്. ഇബ്രാഹിം അല്ലദീ വഫ, ഇബ്രാഹിം നബി ഇത് പൂർത്തീകരിച്ചു. ഇബ്രാഹിം നബിക്ക് മാത്രമാണോ ദീൻ ഒരു പരീക്ഷണമായി അള്ളാഹു നൽകിയത്? അല്ല, നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ദീൻ തന്നിട്ടുണ്ട്. നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടും ഓരോ സെക്കൻഡും. അപ്പൊ നമ്മുടെ അഖീദ തൗഹീദിലായിരിക്കണം, നമ്മുടെ ഇബാദത്തുകൾ സുന്നത്തനുസരിച്ചായിരിക്കണം, നമ്മുടെ സംസ്കാരം, കച്ചവടം, കല്യാണം, വസ്ത്രധാരണം, ഇതെല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങൾക്കനുസരിച്ചാകണം. അപ്പോഴാണ് മില്ലത്ത് ഇബ്രാഹിമിനെ പുൽകിയവരായി നമ്മൾ മാറുക. ഈ മഹത്വമേറിയ ദിനത്തിന്റെ എല്ലാ പോരിശയും അള്ളാഹു നമ്മിൽ ബറക്കത്തായി ചൊരിയുമാറാകട്ടെ. നബിചര്യയോട് കൂർ പുലർത്തി കൃത്യമായി ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
രോഗം കൊണ്ട് വിഷമിച്ച് വീടുകളിലും ഹോസ്പിറ്റലുകളിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവർക്ക് ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും വകുല്ലു ആമിൻ വഅൻതും ബിഖൈർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار، ربنا أجرنا من النار، ربنا أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على من لا نبي بعده.